ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയുള്ള ഉള്ളതായ അധ്യായങ്ങളെല്ലാം യാഗങ്ങളെക്കുറിച്ചാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് 1, 2, 3 അധ്യായങ്ങളിൽ 3 യാഗങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. 1-ാം അധ്യായത്തിൽ ഹോമയാഗം അഥവാ ദഹനബലി, 2-ാം അധ്യായത്തിൽ ഭോജനയാഗം അഥവാ ധാന്യബലി, 3-ാം അധ്യായത്തിൽ സമാധാനയാഗം നമ്മൾ കണ്ടു. ഇന്ന് 4-ാം അധ്യായത്തിൽ പാപയാഗം അഥവാ പാപപരിഹാര ബലിയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ 4 രീതിയിൽ ഉള്ള ആളുകളെക്കുറിച്ച് പറയുന്നു. ഒരു പുരോഹിതൻ പാപം ചെയ്താൽ എന്ത് ചെയ്യണം, ഒരു സമൂഹം പാപം ചെയ്താൽ എന്ത് ചെയ്യണം, ഒരു നേതാവ് അഥവാ ഭരണാധികാരി പാപം ചെയ്താൽ എന്ത് ചെയ്യണം, ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ എന്ത് ചെയ്യണം. ഇതെല്ലാം അറിയാതെയുള്ള പാപം അല്ലവാ മനഃപൂർവ്വമല്ലാത്ത പാപം ചെയ്താലുള്ള പ്രായശ്ചിത്തമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന ആദ്യം പറയുന്ന ഒരു പുരോഹിതൻ അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പ്രമാണി. ഇതിൻ്റെ 2-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും പുരോഹിതൻ പാപം ചെയ്താലും അല്ലെങ്കിൽ ഒരു നേതാവ് പാപം ചെയ്താലും എന്ത് ചെയ്യണം നമ്മൾ വായിക്കുന്നുണ്ട്. സാധാരണയായി പുരോഹിതന്മാരും നേതാക്കന്മാരും പാപമില്ലാത്തവർ എന്ന രീതിയിലാണ് പലപ്പോഴും സമൂഹത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവം ഇവിടെ ആദ്യം പാപപരിഹാരം ആവശ്യപ്പെടുന്നത് പുരോഹിതനോടും നേതാവിനോടുമാണെന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ആദ്യം ദൈവസ്ഥനിൽ കണക്ക് തീർക്കേണ്ടത് അവരാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവർ. വിശുദ്ധ ബൈബിളിൽ നേതാക്കന്മാരുടെയൊക്കെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരുടെ അവരുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്നതായ കുറവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനായ ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബർന്നബാസിനോട് പൗലോസ്ലീഹ പോരാടുന്ന കാര്യവും യഹൂദ വിശ്വാസപ്രമാണം അല്ലെങ്കിൽ യഹൂദ രീതി അനുസരിച്ച് തല മുണ്ടനം ചെയ്ത കാര്യവും, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം മഹാപുരോഹിതനോട് അദ്ദേഹം ആക്രോശിക്കുന്ന കാര്യവും, തീമോത്തിയോസിനെ അപ്പസ്തോലികമായ അന്നത്തെ തീരുമാനത്തിന് വിരുദ്ധമായി പരിച്ഛേദന കഴിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിന് വേണമെങ്കിൽ ലൂക്കോസിന് പറയാറുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇന്ന് രേഖപ്പെടുത്തുകയാണ്. ഈ കുറവുകളൊക്കെ ലൂക്കോസിനോട് പറഞ്ഞു കൊടുത്തത് പൗലോസ്ലീഹ ആയിരിക്കും. അതൊക്കെ നീ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പല ആളുകളും എഴുതുന്നതായ ജീവചരിത്രം, അത് പൗരോഹിത്യത്തിലുള്ളവരായാലും നേതാക്കന്മാരായാലും ജീവചരിത്രം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഒന്നും കുറവുകളോ ബലഹീനതകളോ ഒന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അവരുടെ ശ്രേഷ്ഠതയും അവരുടെ നന്മകളും മാത്രമാണ് പലപ്പോഴും രേഖപ്പെടുത്തി കാണുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ സത്യമാണ്. അതാരുടെയും അത് കുറവുകൾ അവിടെ മറച്ചു വയ്ക്കുന്നില്ല. അവരുടെ ബലഹീനതകളും കുറവുകളെല്ലാം പറയും. കാരണം കുറവുകളില്ലാത്തവൻ, പാപമില്ലാത്തവൻ ദൈവം മാത്രമാണ്. യോഹന്നാൻ പറയുന്നു, ഒരുവൻ തന്നിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഉള്ള കുറവുകൾ ഏറ്റുപറയുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുക. അത് മറച്ചു വയ്ക്കുന്നതിലല്ല. ഇനി പുരോഹിതൻ പാപം ചെയ്താൽ എന്ത് ചെയ്യണം നമ്മൾ വായിക്കുന്നു. അതിന് 2 മുതലുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ അദ്ദേഹം യാഗമൃഗത്തെ കൊണ്ടുവരണം, എല്ലാവരും കാണുക കൊണ്ടുവരണം.
അല്ല, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ പുരോഹിതനാണ്, ഞാൻ പാപം ചെയ്തുവെന്ന് സമൂഹമധ്യേ ഞാൻ പരസ്യമായി പറഞ്ഞാൽ എന്നോടുള്ള ബഹുമാനം അവർക്ക് കുറയും എന്ന് വിചാരിച്ച് രഹസ്യമായോ സ്വകാര്യമായോ അവർക്ക് യാഗമർപ്പിക്കാൻ ഒക്കില്ല. സമൂഹം കാണുക തന്നെ പാപപരിഹാര ബലിക്കായി പുരോഹിതൻ തൻ്റെ പാപപരിഹാരത്തിനായി യാഗമൃഗത്തെ അവിടെ കൊണ്ടുവരണം. കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തന്നെ പാവങ്ങളെ ഏറ്റുപറയണം. യാഗമർപ്പിക്കുന്ന മൃഗത്തിൻ്റെ മേൽ തൻ്റെ ഇത് കൈവച്ച് താൻ ആ കുറ്റം അവിടെ സമ്മതിക്കണം. ഇതൊക്കെ പുരോഹിതൻ പരസ്യമായി ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ വിരൽ മുക്കി അത് മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അത് തളിക്കണം. അതുപോലെ തന്നെയാണ് 4:13 മുതൽ 14 വാക്യം, ഇസ്രായേൽ സമൂഹം മുഴുവൻ പഴിച്ചാലും ഇതേപോലെ തന്നെ ചെയ്യണം. കാളക്കിടാവിനെ അവിടെ യാഗത്തിനായി അവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പുരോഹിതൻ പഴിച്ചാലും സമൂഹം മുഴുവൻ പഴിച്ചാലും ഒരേ രീതിയിലുള്ള യാഗമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പുരോഹിതൻ പാപം ചെയ്യുന്നത് സമൂഹം മുഴുവൻ പാപം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്. ഇന്ന് നമുക്കറിയാം. അതുകൊണ്ട് കാരണം ഏറ്റവും കൂടുതൽ സത്യമറിയാവുന്നവരും അത് പഠിപ്പിക്കുന്നവരുമായവർ അത് ചെയ്യുമ്പോൾ അതിന് കാഠിന്യം കൂടുതലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കഠിനമായ പാപം ചെയ്യുന്നത് പലപ്പോഴും പൗരോഹിത്യത്തിലുള്ളവരും ആ നേതൃത്വത്തിലുള്ളവരുമായ ആളുകളാണ്. സാധാരണ ജനത്തിന് പാപം ചെയ്താൽ അതിൽ കുറ്റബോധവും പാപബോധവും ഉണ്ടാവും. അവർ പലപ്പോഴും അത് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് പാപപരിഹാരം നൽകുമെന്ന് അഭിമാനിക്കുന്ന പൗരോഹിത്യ ഗണത്തിലുള്ളവർ ഒരിക്കലും അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറയാറില്ല. ഫറവോൻ്റെ ഹൃദയത്തേക്കാൾ കൂടുതൽ കഠിനമായ ഹൃദയത്തിലേക്ക് അവർ മാറ്റപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നതും സാധാരണക്കാരൻ പാപം ചെയ്യുന്നതും ദൈവസ്ഥാനത്തിൽ ഒരുപോലെയല്ല. ദൈവം ആ പാപത്തെ ഒരുപോലെയല്ല അവിടെ കണക്കിടുന്നതെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ പിന്നെ നമ്മൾ വായിക്കുന്ന ഒരു നേതാവ് പാപം ചെയ്താൽ കോലാട്ടിൻകുട്ടിയുടെ മുട്ടാടിനെ കൊണ്ടുവരണം. ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ കോലാട്ടിൻകുട്ടിയുടെ പെണ്ണാടിനെ കൊണ്ടുവന്നാൽ മതി. അതിന് താരതമ്യേന വിലക്കുറവാണ്. എന്നാൽ പുരോഹിതനും സമൂഹവും ചെയ്യുന്ന പാപം ഒരുപോലെയാണ്. അതിൽ രണ്ടിനും കാളക്കിടാവിനെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. പ്രിയമുള്ളവർ, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു അഭിഷിക്തൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പാപം ദൈവത്തിൽ എത്രമാത്രം കഠിനമാണെന്ന് ഓർക്കുക. ഈ 4-ാം അധ്യായത്തിൽ പറയുന്ന പാപപരിഹാര ബലി യാദർച്ഛ്യ അതോ അബദ്ധവശാൽ പാപം ചെയ്താലാണ്. ഇപ്പം മനഃപൂർവ്വം പാപം ചെയ്താലോ, മനഃപൂർവ്വം പാപം ചെയ്താൽ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. കാരണം നമുക്ക് പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് ക്ഷമ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ലൂക്കോസ് 12:48 പറയുന്നു, അധികം നൽകിയവനോട് അധികം ചോദിക്കും. ഓരോ പുരോഹിതനും ഓരോ നേതൃത്വ സ്ഥാനത്തുള്ളവരും അധികം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ്. അവരാണ് കൂടുതൽ കണക്ക് ദൈവസ്ഥാനത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. എബ്രായർ 10:26 പൗലോസ്ലീഹ പറയുന്നു, നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. ഇനി അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി മാത്രമാണ്. ഇനിയൊരു യാഗവും നമുക്ക് അവശേഷിക്കുന്നില്ല. കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ അത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്താൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ അവിടെ മുതലെടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ആ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ യേശുവിനെ നേരിട്ട് അറിയാൻ മേലാത്ത ആളുകളുണ്ട് മറ്റുള്ള സമൂഹങ്ങളിൽ. യേശുവിൻ്റെ പഠിപ്പിക്കൽ ഒക്കെ അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവം അവരോട് ക്ഷമിക്കും. പക്ഷെ ഇതൊക്കെ അറിയാം. നമ്മളൊക്കെ ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗങ്ങളാണ്.
നേതൃത്വം കൊടുക്കുന്നവർക്ക് കുറച്ചുകൂടി അത് കഠിനമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ദൈവമേ, പരിശുദ്ധാത്മാവേ, എൻ്റെ പാപബോധം എനിക്ക് നൽകുകയും യഥാർത്ഥ പാപം എന്തെന്ന് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കാൻ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാം അധ്യായത്തിലെ യാഗങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുബിദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.